Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuyassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So in the last class we started more pairs topic and we done one problem about that. Today we are moving to the next problem, that is one is asked to say two digit number. What is the probability of both the digits being the same? What is the probability of the first digit being larger and what is the probability of the first digit being smaller? So ഒരു 2 ഡിജിറ്റ് നമ്പർ പറയുമ്പോഴത്തേക്കും എന്താണ് പോസിബിലിറ്റീസ് വേണ്ടത്? ആ രണ്ട് 2 ഡിജിറ്റ് നമ്പറും സെയിം ആവണം, അതിനുള്ള പ്രോബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആൻഡ് എന്താണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാളിലും ലാർജർ ആവാനുള്ള ചാൻസ്. ദെൻ തേർഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ, ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ ഡിജിറ്റിനെക്കാട്ടിലും എന്താവാൻ സ്മോളർ ആവാനുള്ള ചാൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് ആദ്യം എന്താണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ മുതൽ എവിടം വരാണെന്നും എത്ര നമ്പർ ഓഫ് പെയർസ് നമുക്ക് അതിൽ നിന്നും എഴുതാമെന്നും നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് both being same, both the digit being same. For that first we have to write the 2 digit numbers. 2 digit numbers എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എവിടെ എൻഡ് ചെയ്യും എന്നറിയാലോ. The 2 digit numbers is equal to starts from 10, 11 etc and ends in 98 and 99. Okay, and using a plus n minus 1 into d, sum of the first n numbers. Using that equation we can write xn is equal to a plus n minus 1 into d. A is 10, n is, we have to find the n minus 1 into d is 1 here. So xn is 99 here. 99 is equal to എന്താണ് 10 plus n minus 1. So n is equal to 99 minus 10 plus 1, that is equal to 89 plus 1 is equal to 90. 90 is the first total number of pairs. Total numbers എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് സെയിം. അപ്പോൾ ബോത്ത് ഡിജിറ്റ് സെയിം വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 10നും 99നും ഇടയ്ക്കായിട്ട് ബോത്ത് ഡിജിറ്റ്സ് സെയിം ഈസ് ഈക്വൽ ടു എന്ത് വരും? ബോത്ത് ഡിജിറ്റ്സ് 11 വരാം, 22, 33, 44, 55, 66, 77, 88 and 99 were the numbers which having both the digits same. Okay, so how many numbers are there? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 numbers are there and probability is equal to 9 by 90, that is equal to 1 by 10 is the probability of both being same. അപ്പോൾ രണ്ട് നമ്പറും രണ്ട് ഡിജിറ്റും സെയിം ആയിട്ട് വരുന്നതിൻ്റെ പോസിബിലിറ്റി എത്രയാണ്? 1 by 10 or 9 by 90. Then second sub question, probability of first digit being larger. Second sub question എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? P of first digit being larger. Probability of first digit being larger. So നമുക്ക്
ആദ്യത്തെ ഡിജിറ്റ് ലാർജർ ആവാനുള്ള പോസിബിലിറ്റി. ഫോർ ദാറ്റ് ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് ദ 2 ഡിജിറ്റ്സ്. ആദ്യത്തെ ഡിജിറ്റ് ഏതൊക്കെ വരും? 1 2 3 4 5 6 7 8 9. രണ്ടാമത്തെ ഡിജിറ്റ് നമ്മൾ 10ലാണ് 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് ആദ്യം 0 വരാം അല്ലേ? 0 1 2 3 4 5 6 7 8 9. So these were the 2 digit numbers and എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ. ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ. അപ്പോൾ 1 0. എന്താ 1 വെച്ചിട്ടുള്ള ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 1 എടുക്കുവാണെങ്കിൽ 1 0 എഴുതാം. 1 1 1 2 എടുക്കാൻ പറ്റില്ല. അപ്പം എന്താണ് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയി പോവും. Then 2, in the case of 2 2 0 we can take 2 0 and 2 1 we can take. Okay, like that in the case of 3 3 0 3 1 3 2 also we can take. 3 3 didn't take. 3 4 it is not possible. In the case of 4, like that. In the case of 9, how will you take? 9 0 9 1 9 2 etc. 9 8 വരെ എടുക്കാം. 9 8 വരെ എടുക്കാം. ദെൻ എന്താ ഇനി ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ 1ൻ്റെ കേസ് എടുത്തപ്പോൾ അവിടെ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2ൻ്റെ കേസ് വന്നപ്പോൾ 2 pairs we got. In the case of 3 3 pairs. Like that in the case of 4 there is 4 pairs. Etc. Like that in the case of 9 there is 9 pairs. 9 0 up to 9 8 9 pairs is there. So ഇവിടുത്തെ ടോട്ടൽ സം കാണാൻ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 1 plus 2 plus 3 plus etc. plus 9. ആൻഡ് ഇതിൻ്റെ സം നമുക്ക് കാണാം. what is the sum of the first n natural numbers? n into n plus 1 by 2. എന്താണ്? sum of first natural numbers is equal to n into n plus 1 by 2. Here the n is 9. 9 into 9 plus 1 by 2. That is equal to 9 into 10 by 2. We can cancel 2 with 10. 9 5s are 45. So total number of pairs is 45 and ടോട്ടൽ എത്ര ആയിരുന്നു? ഫുൾ ടോട്ടൽ പെയേഴ്സ് എത്ര നമ്മൾ ഫൈൻഡ് ചെയ്തത്? 90 ആയിരുന്നു അല്ലേ? സോ ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് നമ്പർ ബീയിങ് ലാർജർ ഈസ് 45 ഡിവൈഡഡ് ബൈ 90. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഈസ് ദ പോസിബിലിറ്റി ഓർ പ്രോബബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് നമ്പർ ബീയിങ് ലാർജർ ആവാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു? ആ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഫുള്ള് സൈഡിൽ എഴുതുക, എന്നിട്ട് അതിൽ നിന്നും പിക്ക് ചെയ്തെടുക്കുക. In the case of 1, it will be 1 0 only. In the case of 2, 2 0 2 1. In the case of 3 3 0 3 1 3 2. Like that in the case of 9 9 0 9 1 up to etc. 9 till 9 8. So using the sum of the first n natural numbers equation for the sum of the first n natural numbers, that is n into n plus 1 by 2, using that equation we are finding the number of these such pairs. We got 45 as the number. And how will you find the probability? Possible number divided by total pair. So 45 by 90 we got the probability as 1/2. Okay, next sub question.
third sub question എന്താണ്? Probability. What is the probability of the first digit being smaller? In the second sub question we done the first digit became larger. ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആയിരിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഡിജിറ്റിനെക്കാട്ടിലും ടെൻത്ത് പ്ലേസിൽ വരുന്നത് സ്മോളർ ആയിരിക്കണം. അങ്ങനെയുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനും നമ്മൾ ഈ ടേബിൾ ഇതേപോലെ എഴുതുന്നു. അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എന്താണ്? നോക്കിക്കേ, ആദ്യത്തെ ഡിജിറ്റ് സ്മോളർ ആവണം. 10 നമുക്ക് എടുക്കാൻ പറ്റില്ല, സ്മോളർ ആയി. എന്താണ് 1ന്റെ കേസ് നോക്കിയാൽ 10 എന്ന് പറയുന്നത് 1 ആണ് ലാർജർ, എടുക്കാൻ പറ്റില്ല. 1 എടുക്കാൻ പറ്റില്ല. 1 2 we can take 1 2 1 3 1 4 1 5 1 6 1 7 1 8 1 9. Okay, this much of numbers we can take. And in the case of 2 0 didn't take 2. 1 is not possible. 2 is not possible. 2 3 is possible. 2 4 2 5 2 6 2 7 2 8 2 9. അപ്പോൾ ഇത്രയുമാണ് അതിൽ നിന്ന് എടുക്കാവുന്നത്. ഓക്കെ, അപ്പം ആദ്യം 1ന്റെ കേസിൽ നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 1 2 3 4 5 6 7 8 numbers we got 8. In the case of 2 1 2 3 4 5 6 7 കിട്ടി. അപ്പോൾ 3യുടെ കേസ് എടുക്കുമ്പോൾ ഇനി 6 ആയിരിക്കും. 4ന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും 5 ആയിരിക്കും. അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ ഏത് നമ്പർ വരെ എടുക്കും? 9 എടുക്കാൻ പറ്റുമോ? 9 എടുക്കുമ്പോൾ 9 the first number will be എന്താണ് ലാർജർ. സോ we can take only till 8. അപ്പോൾ 8 0 8 എന്താണ് നമുക്ക് എന്തെടുക്കാൻ പറ്റും? 8 0 8 1 പറ്റില്ല, 8 2 പറ്റില്ല, 8 3 പറ്റില്ല. These are not possible. 8 9 only we can take, because the first number we want to take the first number as smaller. So 8 etc. In the case of 8 8 9 only we can take. There is only one number. Okay, so here also how will you find the number of these possible pairs? Possible pairന്റെ എണ്ണം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഫസ്റ്റിൽ 8 ആയിരുന്നു, സെക്കൻഡിൽ 7 ആയിരുന്നു, 6 ആയിരുന്നു, 5 ആയിരുന്നു, 4 3 2 1 അങ്ങനെയാണ് വന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്താൽ 1 to 8 വരെയുള്ള എന്താണ് ഇതിനകത്ത് 1 ആയിരുന്നു, +2 +3 +4 +5 +6 +7 and +8. സോ എങ്ങനെ കിട്ടും നമുക്കത്? 1 + 2 + 3 + etc. up to 8. Same like the previous question, here also we are taking the sum of the first n natural numbers, that is n into n plus 1 by 2, that is equal to 8 into 8 plus 1 by 2, that is equal to 8 into 9 by 2, that is 4 9s are 36. So number of possible pairs here is 36, and we have to find the probability. Probability, how will you find? Probability is the probability of the first number being എന്താണ്? First number being smaller is equal to possible number of pair divided by total pair, that is എന്താണ് 90. 36 by 90, that is 2 by 5. When we simplify, we will get 2 by 5. So these were the second question. And then we are moving to the third question.
each 2-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number drawn is a prime number? What if 3-digit numbers were used? What is the meaning of the question? Each 2-digit number, ഓരോ 2-digit നമ്പറും എന്താണ്, ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതി എല്ലാം കൂടെ ഒരു ബോക്സിനകത്ത് എടുക്കുവാണ്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഡ്രോൺ ഈസ് എ ടേക്കൺ. അപ്പോൾ എടുത്ത നമ്പറിൻ്റെ 2-digit നമ്പർ എടുത്ത നമ്പറിൻ്റെ ആ 2 നമ്പറിൻ്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും പ്രൈം നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് 3-digit numbers are used instead. അപ്പോൾ 2-digitന് പകരം 3-digit ആണ് അവിടെ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് പ്രൈം, അതിൻ്റെ ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പ്രൈം വരാനുള്ള സാധ്യതയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. സോ തേർഡ് സബ് ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2-digit numbers is equal to 10, 11 etc. up to 98 up to 99. Okay, then total number നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഇതിൻ്റെ ടോട്ടൽ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു 99 മൈനസ് 10 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ടോട്ടൽ നമ്പർ ഈസ് 90. ദെൻ നമുക്കറിയാം 10-നുള്ളിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് എന്താണ്? 1 to 10-നകത്തുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5, 7. ദീസ് വെയർ ദ പ്രൈം നമ്പേഴ്സ് ബിലോ 10. അതായത് 1 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. അപ്പം നമ്മളിവിടെ ഒരു 2-digit നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ 2ഓ 3ഓ 5ഓ 7ഓ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം അത് നമുക്ക് എടുക്കാവുന്ന നമ്പറാണ് അല്ലേ? 12 എന്നൊരു നമ്പർ നമുക്ക് എടുക്കാം. വി നോ ദാറ്റ് 12 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നമുക്ക് എടുക്കുന്ന നമ്പർ അല്ല പ്രൈം നമ്പറായിട്ട് വരേണ്ടത്. നമ്മൾ ഒരു 2-digit നമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ബോക്സിനകത്ത് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് നമ്മളൊരു നമ്പർ എടുക്കുന്നു. ആ ഒരു നമ്പർ എടുക്കുന്ന നമ്പറിനകത്ത് ഒരു 2-digit നമ്പർ എടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ 12 എന്നൊരു നമ്പറാണെങ്കിൽ 12 എന്നൊരു നമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ 12ൻ്റെ ആ 2 ഡിജിറ്റ്സ് ഉണ്ടല്ലോ 1ഉം 2ഉം, ആ 1ൻ്റെയും 2ൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആവണം. അങ്ങനെയുള്ള നമ്പേഴ്സ് വേണം നമുക്ക് എടുക്കേണ്ടത്. സോ നമ്മൾ 12 എടുക്കുകയാണ്. 12 ഈസ് നോട്ട് എ പ്രൈം നമ്പർ ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഡിജിറ്റ്സ് ഈസ് പ്രൈം അല്ലേ? ദാറ്റ് ഈസ് 1. ഈ 12 എടുക്കുമ്പോൾ 1 into 2. 1 into 2 is 2. 2 is a prime number. 2 is a prime number. Then we can take this 12. Okay, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? We can take that 12 there. So 13 എടുത്താലും നമുക്ക് same prime number തന്നെ കിട്ടും. When we take 15 we will get prime. When we take 17 also നമുക്ക് prime കിട്ടും. അപ്പോൾ ഇത്ര നമ്പേഴ്സ് നമുക്ക് എന്താണ്, ഇത്രയും നമ്പേഴ്സ് പ്രോഡക്റ്റ് ആയിട്ട് വന്നെങ്കിലേ നമുക്ക് അത് പ്രൈം നമ്പർ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് 2, 3, 5, 7 പ്രോഡക്റ്റ് കിട്ടണം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ഇത് തന്നെ നമുക്ക് തിരിച്ചെടുത്ത് നോക്കാമല്ലോ. 21 also we can take. 2 into 1 is 2. 31 also. 51 and 71. But these were the possible prime numbers in between 10 and 99. 10-നും 99-നും ഇടയ്ക്ക് വരാവുന്ന നമുക്ക് പ്രൈം നമ്പർ പ്രോഡക്റ്റ് കിട്ടാവുന്ന നമ്പേഴ്സ് ഇത് ഇത്രയുമാണ് അതിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 numbers. Total numbers is equal to 8. Okay. What we have to find? We have to find the probability that the product of the digits are prime numbers. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്?
ആ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പ്രൈം വരുന്ന അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫോർ ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി, ദിസ് നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഈസ് ദ പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് probability that the product of the digits are prime number. That is 8 divided by 90. That is equal to 4 by 45. So this is the probability that the product of the digits are prime. Prime varanulla. This is the case of 2-digit numbers. One more question is there, that is, what if 3-digit numbers are used instead? അപ്പോൾ ഇതിന് പകരം 3-digit numbers എടുത്താൽ നമുക്ക് എങ്ങനെയായിരിക്കും അതുകൂടി ചെക്ക് ചെയ്യാം. Three-digit numbers are ഏതൊക്കെയാണ് 3-digit numbers? 101, starting from 100 and 101 etc. up to 998, 999. 999 is the largest 3-digit number അല്ലേ? അപ്പോൾ ഇത്രയുമാണ് 3-digit numbers വരുന്നത്. And what we have to find the number അല്ലേ? നമ്പർ എത്ര നമ്പേഴ്സ് വരും എന്ന് നമുക്ക് നോക്കണം. എത്ര നമ്പേഴ്സ് വരും? ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു total number is equal to 999 minus 100 plus 1, that is equal to 900. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് കിട്ടി. വി ഗോട്ട് ഇറ്റ് ആസ് 900 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. ദെൻ എന്താണ്, നമ്മൾ നേരത്തെ എടുത്ത കണക്ക് തന്നെ പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണ്. സോ 1-digit prime numbers are 2, 3, 5 and 7 were the 1-digit prime numbers. അപ്പോൾ 2, 3, 5, 7 ഇത്രയും നമ്പേഴ്സ് ആയിരിക്കണം പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ 3-digit നമ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ 2ൻ്റെ കൂടെ ഫ്രണ്ടിൽ നമുക്ക് ആദ്യം 112 എടുത്താലും അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? സോ 2 ഈസ് എ പ്രൈം നമ്പർ. ദെൻ വി ക്യാൻ ടേക്ക് 112. ഇനി ഈ 2 വരുന്ന പോസിബിൾ നമ്പേഴ്സ് ഏതൊക്കെ എഴുതാം? ഈ 2 ഇടയ്ക്ക് വരാം അല്ലേ? 121 വരാം. ഏതൊക്കെ നമ്പേഴ്സിന് ഇടയ്ക്കുള്ളത്? 100നും 999നും ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ദെൻ വി ക്യാൻ ടേക്ക് 112. Then we can take 121 also, because 1 into 2 into 1 is also 2. Then we can take 211. 2 ഫസ്റ്റ് കൊണ്ടുവരാൻ 211 എടുക്കാം. അപ്പോൾ 2 കൊണ്ട് പറ്റുന്ന പോസിബിൾ ഇത് 3 എണ്ണമാണ്. 112, 121 and 211. These were the 3 numbers possible with 2. With the prime number 2. Then 3 വരുന്ന നമുക്ക് 113 എടുക്കാം. 131, 131 and 311. And with 5, 115 we can take 151 and 511. Okay. And using 7 we can write 117. 171 and 711. So these were the possible numbers with numbers that we are getting the product of the digits as a prime number. Prime number product കിട്ടുന്ന ഇത്രയും പോസിബിൾ നമ്പേഴ്സ് ആണ് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ളത്? the 3-digit numbers in between 100 and 999. അപ്പോൾ നോക്കിക്കേ,
ഇത്രയും നമ്പേഴ്സാണ് കിട്ടിയത്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് numbers is there? 1 2 3 4 5 6 7 8 9 10 11 12 12 numbers are there. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട, we have to find the probability that the product of the digits are prime number. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? probability is equal to 12, ഇവിടുത്തെ നമ്പർ ഓഫ് പെയർസ് എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമുക്ക് നമ്പേഴ്സ് എഴുതാം? 900. 12 by 900. When we simplify it, we can get it as 1 by 75. So 1 by 75 ആണ് 3 digit number എടുക്കുമ്പോൾ ഉള്ള possibility. Then we are moving to the last question. So last question is, two dice with faces numbered from 1 to 6 are rolled together. What are the possible sums? Which of these sums has the maximum probability? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? രണ്ട് ഡൈസ് ഒരേ സമയത്ത് രണ്ട് ഡൈസ് നമ്മൾ ത്രോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നും ഉണ്ടാവുന്ന പോസിബിൾ സംസ് എത്രയൊക്കെയാണെന്നും ആൻഡ് which of these sums have the maximum probability, അതിൽ ഏത് സം എടുക്കുമ്പോഴാണ് മാക്സിമം പ്രോബബിലിറ്റി കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ രണ്ട് ഡൈസ് ആണ് അവിടെ വരുന്നത് അല്ലേ? 2 dice are coming there. അപ്പോൾ നമുക്ക് ഡൈസ് ഫസ്റ്റ് ഡൈ, സെക്കൻഡ് ഡൈ. ഫസ്റ്റ് ഡൈയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 നമ്പേഴ്സ്. നെക്സ്റ്റ് ഡൈ ഓൾസോ 1 2 3 4 5 6, and we can write the possible sample spaces. അപ്പോൾ ഇത് വെച്ചുണ്ടാവുന്ന പോസിബിൾ പെയർസ് നമുക്ക് എഴുതാം. 1 വെച്ച് ഇതിനകത്തെല്ലാം വരും. അപ്പോൾ 1ൻ്റെ കേസിൽ ഫസ്റ്റിലത്തെ 1ഉം ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 1 1 വരാം, 1 2 1 3 1 4 1 5 and 1 6. Okay, in the case of 2 2 1 2 2 2 3 2 4 2 5 2 6, and taking with 3 3 1 3 2 3 3 3 4 3 5 3 6. Okay, and using with 4 4 1 4 2 4 3 4 4 4 5 and 4 6. Okay, then 5 5 1 5 2 5 3 5 4 5 5 5 6. Then last number 6 6 1 6 2 6 3 6 4 6 5 6 6, and the total possible pairs എത്രയാണ്? ഇവിടെ 6 numbers ഉണ്ട്, ഇവിടെ 6 numbers ഉണ്ട്. Total possible pairs is equal to 6 into 6 is equal to 36. So total pairs എഴുതി 36. Then എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ പോസിബിൾ സംസ്? ഇതുകൊണ്ടുണ്ടാവുന്ന പോസിബിൾ സംസ് എന്തൊക്കെയാണ്? അപ്പം നമ്മൾ ഫസ്റ്റ് 1 1 എടുത്താൽ തന്നെ ഇത് തമ്മിലുണ്ടാവുന്ന സമ്മ്, ഇത് തമ്മിൽ വരാവുന്ന സമ്മ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സമ്മ് 2 ആണ്. അതായത് 1 + 1
അല്ലേ, 2 വരാം. ദെൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സം ഏതാണ്? 6 + 6 ഈസ് 12. അപ്പോൾ പി ഓഫ് സം ഈസ് ഈക്വൽ ടു 2 അപ് ടു പി ഓഫ് സം ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സം ഈസ് ഈക്വൽ ടു 12 കിട്ടുന്നിടം വരെയുള്ള നമുക്ക് ഫൈൻഡ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് let me check that probability of sum is equal to 2 അവിടെയാണ് സ്റ്റാർട്ടിങ്. ആൻഡ് probability of sum 3, p of sum 4, അങ്ങനെ p of sum 12 വരെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ എന്താണ് p of sum 2 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? only 1 number. ദാണ്ട് 1 + 1 ഈസ് പ്രോബിലിറ്റി എങ്ങനെയുണ്ട്? 1/36. ടോട്ടൽ 36ൽ 1 ആണ് പി ഓഫ് സം 2 കിട്ടുന്നത്. ദെൻ പി ഓഫ് സം 3 കിട്ടുന്ന എത്ര ഉണ്ട്? 1 2 എടുക്കാം, 1 + 2 ഈസ് 3. ആൻഡ് 2 1 എടുക്കാം, 2 + 1 ഈസ് 3. ഇത് രണ്ടുമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എത്ര നമ്പർ ഉണ്ട്? 2/36. ആൻഡ് പി ഓഫ് സം ഈസ് ഈക്വൽ ടു 4 കിട്ടുന്നത് ദാണ്ട് 3 1 വരും, 2 2 വരും, 1 3 വരും. നിങ്ങളിത് ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതെന്ന് പറയുന്നത് 1 3 2 2 3 1. അപ്പോൾ 3/36. ദെൻ പി ഓഫ് സം ഈസ് ഈക്വൽ ടു 5 കിട്ടുന്നത് 1 4 എടുക്കാം, 2 3 എടുക്കാം, 3 2 എടുക്കാം, 4 1 എടുക്കാം. ഓക്കെ, സോ എത്രയാണ്? 4/36. ആൻഡ് പി ഓഫ് സം 6, 1 + 5 ഈസ് 6, 2 + 4 ഈസ് 6, 3 + 3 ഈസ് 6, 4 + 2 ഈസ് 6, ആൻഡ് 5 + 1 ഈസ് 6. സോ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. 5/36. Then probability of sum is 7. 7 വരുന്നത് 1 + 6 is 7, 2 + 5 is 7, 3 + 4 is 7, 4 + 3 is 7, 5 + 2 is 7, 6 + 1 is 7. So 1 2 3 4 5 6. 6 numbers are there, that is probability 6/36. Okay, and P of sum 8. P of sum 8 വരുന്നത് ഏതൊക്കെ വരും? താണ്ടേ 2 + 6 വരാം, 3 + 5 വരാം, 4 + 4, 5 + 3, 6 + 2. എത്ര നമ്പേഴ്സ് വന്നു? 1 2 3 4 5. അഗൈൻ 5. ഇതുപോലെ ഇപ്പോൾ ഇവിടെ 6 വന്നു, ദെൻ 5 വന്നു, ഇങ്ങനെ തിരിച്ചായിരിക്കും വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും. പി ഓഫ് സം 9 എന്ന് പറയുന്ന 4/36 ആയിരിക്കും. പി ഓഫ് സം 10 എന്ന് പറയുന്നത് എന്താണ്? 3/36 ആയിരിക്കും. പി ഓഫ് സം 11 ഈസ് ഈക്വൽ ടു 2/36. ആൻഡ് പി ഓഫ് സം 12 എന്ന് പറയുന്നത് 1/36. സോ അതും കൂടെ നോക്കാം. ദാണ്ടേ 9 വരുന്നത്. ഓക്കെ, ദെൻ 10 വരുന്ന നമ്പേഴ്സ്, ദെൻ 11 വരുന്ന നമ്പേഴ്സ്, 12 വരുന്നത് ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. സോ ദീസ് വെയർ ദ എന്താണ്? ദീസ് വെയർ ദ പെയേഴ്സ് ആൻഡ് ദീസ് വെയർ ദ സം ഓഫ് സം ഫ്രം സം ഈസ് ഈക്വൽ ടു 2 ടു സം ഈസ് ഈക്വൽ ടു 12 വരെ വരുന്ന നമ്പേഴ്സാണ് ഇത് ഇത്രയും. ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദെയർ. which of these sum has the maximum probability? ഇതിനകത്ത് മാക്സിമം പ്രോബബിലിറ്റി വരുന്ന സം ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. മാക്സിമം പ്രോബബിലിറ്റി ഇവിടെ ഏതാണ് വരുന്നത്? 6/36 ഈസ് ദ ഹയസ്റ്റ് പ്രോബബിലിറ്റി അല്ലേ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി വരുന്നത് 6/36 ആണ്, isn't it? അപ്പോൾ നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി വരുന്ന സം ഏതാണ് നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് സം ഈസ് ഈക്വൽ ടു 7 ഹാസ് ദ മാക്സിമം പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 6/36.
സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ സ്റ്റാർട്ട് അവർ ന്യൂ ചാപ്റ്റർ. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. അസ്സലാമു അലൈക്കും.